എന്നാൽ പിന്നെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇവിടെ ചില ആളുകളും നമ്മുടെ ദൃഷ്ടിയിൽ അവർ പല തമ്മാടിത്തരങ്ങളും ചെയ്യും, നിസ്കരിക്കുകയില്ല, പക്ഷെ ജനങ്ങൾ മൊത്തം അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. അതെന്താ? അതയാൾ വലിയ ആയതുകൊണ്ട് അല്ലാഹു തആല അവർക്ക് കൊടുത്ത ആനുകൂല്യമാണ് നിസ്കരിക്കാതിരിക്കൽ. അങ്ങനെ ഒന്ന് ദീനിലില്ല, ഇസ്ലാം ദീനിൽ ഇല്ല. അങ്ങനെ ഒരു ദീൻ അല്ലാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചിട്ടും ഇല്ല. പിന്നെ ഈ ചെയ്യുന്നതോ? നിസ്കാരം നിർബന്ധമുള്ളതായിരിക്കാ? ആർക്കാ നിസ്കാരം നിർബന്ധം? ഇന്നമാ തജിബു സ്വലാത്തു അലാ കുല്ലി മുസ്ലിമിൻ മുകല്ലഫിൻ താഹിരിൻ അനിൽ ഹൈളി വൻ നിഫാസ്. ഇന്നമാ തജിബു സ്വലാത്തു, നിസ്കാരം നിർബന്ധമാണ്, അലാ കുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമും നിസ്കരിക്കണം, മുകല്ലഫിൻ, പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമും നിസ്കരിക്കണം, താഹിരിൻ അനിൽ ഹൈളി വൻ നിഫാസ്, ഹൈള് നിഫാസിൽ നിന്ന് ശുദ്ധിയായ, ഹൈളും നിഫാസുമില്ലാത്ത പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമും നിസ്കരിക്കണം. ഫലാ തജിബു സ്വലാത്തു, നിസ്കാരം നിർബന്ധമില്ല, അലാ മജ്നൂനിൻ, ഭ്രാന്തൻ നിസ്കരിക്കൽ നിർബന്ധമില്ല, വലാ അലാ ഹൈളിൻ വനുഫസാ, നിഫാസുള്ള പെണ്ണ് നിസ്കരിക്കൽ നിർബന്ധമില്ല, ഹൈളുകാരി നിസ്കരിക്കൽ നിർബന്ധമില്ല. മാത്രമല്ല ഹൈളും നിഫാസും ഉള്ളവൻ നിസ്കരിക്കൽ ഹറാം, ഹൈളോ നിഫാസോ ഉള്ള പെണ്ണ് നിസ്കരിക്കൽ ഹറാമാണ്. ഭ്രാന്തുള്ളവൻ നിസ്കരിക്കേണ്ടതില്ല. ഭ്രാന്ത് തെളിഞ്ഞ് സുഖമായാൽ ആ നിസ്കാരം ഭ്രാന്തൻ ഖളാ വീട്ടുകയും വേണ്ട. ചെറിയ കുട്ടികൾ വരെ പഠിക്കുന്ന വിഷയമല്ലേ? നമ്മുടെ മദ്രസകളിൽ പഠിക്കുന്ന കുട്ടികളോട് ചോദിച്ചു നോക്കൂ, എല്ലാ കുഞ്ഞുങ്ങളോടും ചോദിച്ചു നോക്കൂ. കുട്ടികൾ മുതൽ നമുക്കെല്ലാവർക്കും അറിയാം, ഭ്രാന്തന് നിസ്കാരം നിർബന്ധമില്ല, ബുദ്ധിയുള്ളവനെ നിസ്കാരം നിർബന്ധമുള്ളൂ. എന്തേ ഭ്രാന്ത് വരാൻ കാരണം? ഭ്രാന്താവാൻ എന്താ കാരണം? നാളെയും മറ്റന്നാളെയും മുതൽക്ക് പത്രം വായിച്ചു നോക്കിയാൽ കാണാം, SSLCൻ്റെ റിസൾട്ട് അറിഞ്ഞ കാലമാണ്, +2വിൻ്റെ റിസൾട്ട് അറിഞ്ഞ കാലമാണ്, കുറേ കുട്ടികൾ തൂങ്ങി മരിക്കുന്ന കാലമാണ്. 16-ാം തീയതി കഴിഞ്ഞാൽ 17 മുതൽക്ക് ചിലപ്പോൾ കുറേ എണ്ണം തൂങ്ങി മരിച്ചേക്കാം. തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ ജയിക്കുമെന്ന് പ്രതീക്ഷയുള്ള ഒരു മണ്ഡലത്തിലാ നിന്നത്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ പ്രതികൂലമാണ്. സ്ഥാനാർത്ഥികൾക്ക് ഭ്രാന്ത് വരാൻ സാധ്യതയുണ്ട്, അനുയായികൾക്ക് ഭ്രാന്ത് വരാൻ സാധ്യതയുണ്ട്. ഇവിടെ പല ആളുകൾക്കും ഭ്രാന്തുണ്ട്. നമ്മളെല്ലാം പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ, പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയത്ത് പള്ളിയിൽ കയറി ജമാഅത്തായി നിസ്കരിച്ചു വരുമ്പോൾ ഒരു മനുഷ്യനതാ റോട്ടിൽ വടതല ജംഗ്ഷനിൽ തുണിയെല്ലാം അഴിച്ചിട്ടുകൊണ്ട് പലതും വിളിച്ചു പറഞ്ഞ് നിസ്കരിച്ചു വരുന്നവനെ കളിയാക്കുന്നുണ്ടാകാം, പരിഹസിക്കുന്നുണ്ടാകാം, പള്ളിയിലേക്ക് നോക്കി പലതും വിളിച്ചു പറയുന്നുണ്ടാവാം, മുഅ്മിനീങ്ങളെ ചീത്ത പറയുന്നുണ്ടാവാം. ആള് മുസ്ലിം തറവാട്ടിൽ പിറന്നവനാണ്, പേര് മുസ്ലിമാണ്, നല്ല കുടുംബത്തിൽപ്പെട്ടവനാണ്, പക്ഷേ ആർക്കും വിരോധമില്ല. നീ ആരടാ നിസ്കരിച്ചു വരുന്നവനെ ചീത്ത പറയാൻ, പള്ളിയിലേക്ക് നോക്കി ചീത്ത പറയാൻ നീ ആര് എന്ന് ആ മനുഷ്യനോട് ബുദ്ധിയുള്ളൊരു മനുഷ്യനും പറയാറില്ല. അയാളെ തിരിഞ്ഞു കളയലാണ്. എന്തേ കാരണം? അയാൾക്ക് ഭ്രാന്താണ്. ഭ്രാന്തന് നിസ്കാരം നിർബന്ധമില്ല. എന്തേ അയാൾക്ക് ഭ്രാന്ത് വരാൻ കാരണം? ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൽ തോറ്റതിൻ്റെ പേരിലാകാം ബുദ്ധിയുടെ സമതല തെറ്റിയത്. അല്ലെങ്കിൽ സ്കൂളിൽ വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ച SSLCയിലോ +2വിലോ ഡിഗ്രി പരീക്ഷയിലോ തോറ്റത് കൊണ്ടാവാം. അല്ലെങ്കിൽ അയാളൊരു പെണ്ണിനെ പ്രേമിച്ചിരുന്നു. ഭൗതിക ലോകത്ത് ഒരു പെണ്ണിനെ പ്രേമിച്ച മനുഷ്യൻ, അയാൾ ഉദ്ദേശിച്ച പെണ്ണിനെ വിവാഹം നടന്നില്ല. ഒന്നെങ്കിൽ ആ പെണ്ണിനോട് കാര്യം തുറന്നു പറഞ്ഞപ്പോൾ ആ പെണ്ണ് അത് നിരസിച്ചു. താനുമായുള്ള ബന്ധവും സ്നേഹവും വിവാഹവും എനിക്ക് വേണ്ട, ആ നൈരാശ്യത്തിലാകാം. അതല്ലെങ്കിൽ ആ പെണ്ണിനോടത് തുറന്നു പറയാതെ മനസ്സിൽ വെച്ച് നടക്കുകയായിരുന്നു. ഈ പെണ്ണിനെ മറ്റാരോ കൊത്തിക്കൊണ്ടുപോയി, നിക്കാഹ് നടന്നുപോയി. ഞാൻ ആശിച്ച പെണ്ണിനെ മറ്റാരോ നിക്കാഹ് ചെയ്തു എന്നറിഞ്ഞത് കൊണ്ടാകാം പ്രേമനൈരാശ്യം കൊണ്ട് ഭ്രാന്ത് പിടിപെട്ടത്. അല്ലെങ്കിൽ ഗവൺമെന്റ് നമ്മുടെ ബിസിനസ്സിലേക്ക് ചുമത്തിയ അമിതമായ ടാക്സിന്റെ പേരിലായിരിക്കാം ഭ്രാന്ത് പിടിച്ചത്. പലതുകൊണ്ടുമാകാമല്ലോ ദുന്യാവിൽ ഭ്രാന്ത് വരുന്നത്. കള്ള് കുടിച്ചുകൊണ്ടാവരുത് എന്ന് മാത്രം. ഭ്രാന്ത് നമ്മുടെ പണിയാക്കി കരുതി കൂട്ടി ഉണ്ടാക്കിയതാവരുത്. ബ്രൗൺ ഷുഗർ കുത്തിക്കയറ്റിയിട്ടാവരുത്. മരുന്ന് കഴിച്ച് ലഹരി പിടിച്ചതാവരുത്. അല്ലാത്ത വിധത്തിൽ രോഗം കാരണമായി വരുന്ന ഭ്രാന്തായാലും പ്രേമനൈരാശ്യം കൊണ്ടുവന്ന ഭ്രാന്തായാലും
ഒരു പെണ്ണിനെ പ്രേമിച്ചിട്ട് കിട്ടാത്തതായിട്ടോ, തെരഞ്ഞെടുപ്പിൽ തോറ്റതിനോ, പരീക്ഷയിൽ തോറ്റതിനോ, ബിസിനസ് തകർന്നതിനോ, ഗൾഫിലെ ജോലി നഷ്ടപ്പെട്ടതിനോ, സ്നേഹിതന്മാർ വേണ്ടപ്പെട്ടവര് മരിച്ചുപോയപ്പോഴോ എന്തുകൊണ്ട് ഭ്രാന്ത് പിടിച്ചാലും നിസ്കാരം നിർബന്ധമില്ല. ഇതൊക്കെ ഭ്രാന്താണ്. അങ്ങനൊക്കെ ഭ്രാന്ത് പിടിച്ച ഒരാൾക്ക് നിസ്കാരം നിർബന്ധമുണ്ടോ? ഇല്ല. ഒരാൾക്ക് ഭ്രാന്ത് പിടിച്ചത് എങ്ങനെയാണ്? പെണ്ണിനെ പ്രേമിച്ചിട്ടാണ്. മറ്റൊരാൾക്ക് ഭ്രാന്ത് പിടിച്ചത് എങ്ങനെയാണ്? തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ടാണ്. വേറെ ആൾക്കോ പരീക്ഷയിൽ തോറ്റത് കൊണ്ട്, വേറെ ആൾക്കോ ബിസിനസ്സിന് ഗവൺമെന്റ് ചുമത്തിയ ടാക്സ് താങ്ങാൻ കഴിയാതെ. ഓരോരുത്തർക്കും ഓരോ കാരണമാണ്. അക്കൂട്ടത്തിൽ ഒരാൾക്ക് എങ്ങനെ ഭ്രാന്തുണ്ടായി? അല്ലാഹുവേ, നിന്റെ ഭൂമിയിലാണ് ഞാൻ ജീവിക്കുന്നത്, നീയാണ് എനിക്ക് ആരോഗ്യം തന്നത്, നീയാണ് എനിക്ക് ഓക്സിജൻ തന്നത്, അതാണ് ഞാൻ ശ്വസിക്കുന്നത്. 60 കൊല്ലത്തെ ആയുസ്സിനി എനിക്ക് തന്നു. ഞാനങ്ങ് മരിച്ച് നിന്റെ മുമ്പിൽ വന്നാൽ എന്നെക്കുറിച്ച് നീ ചോദ്യം ചെയ്യുമ്പോൾ, എൻ്റെ ആയുസ്സിനെ കുറിച്ച് നീ ചോദ്യം ചെയ്യുമ്പോൾ, നീ എനിക്ക് തന്ന ആരോഗ്യത്തെക്കുറിച്ച്, നീ എനിക്ക് തന്ന സമ്പത്തിനെ കുറിച്ച്, നീ എനിക്ക് നൽകിയ മക്കളെ കുറിച്ച്, നീ തന്ന എല്ലാ അനുഗ്രഹങ്ങളെക്കുറിച്ചും നീ എന്നോട് ചോദ്യം ചെയ്താൽ നാളെ നിന്റെ മുമ്പിൽ വരുമ്പോൾ ഞാനെന്താണ് നിന്നോട് മറുപടി പറയുക? എൻ്റെ കയ്യിൽ എന്താണുള്ളത് റബ്ബേ? വലിമൻ ഖാഫ മഖാമ റബ്ബിഹി, അള്ളാന്റെ മുമ്പിൽ നിൽക്കുന്ന കാര്യം ആലോചിച്ച് പേടിച്ചിട്ട് അയാൾ അങ്ങ് ചിന്തിച്ചു, അയാളെ സമതല തെറ്റി ഭ്രാന്തായി. അയാൾക്ക് നിസ്കാരം നിർബന്ധമുണ്ടോ? എടാ, ഒരു പെണ്ണിനെ പ്രേമിച്ചിട്ട് ഭ്രാന്ത് പിടിച്ചോ നിസ്കാരം നിർബന്ധമില്ലെങ്കിൽ ഈ ചങ്ങാതിക്ക് നിസ്കാരം നിർബന്ധമാണെന്ന് അടിച്ചേൽപ്പിക്കാൻ പറ്റുമോ? ഇയാൾക്കും ഭ്രാന്തല്ലേ? ഇതും ഭ്രാന്തന്നല്ലേ? ഇയാൾക്ക് ഭ്രാന്തായതുകൊണ്ട് നിസ്കാരം നിർബന്ധമായില്ല. അല്ലാതെ ഔലിയായിട്ട് കിട്ടിയ കൺസെഷൻ ഒന്നുമല്ലത്, വലിയ അതിന്റെ പേരിൽ കിട്ടിയ ഡിസ്കൗണ്ടും അല്ല. അങ്ങനെ ഒരു പരിപാടി ഇസ്ലാം മതത്തിൽ ഇല്ല. അതേസമയം വലിയ എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് വഴിപ്പെട്ടവനാണ്, ആലിമാണ്, ഇബാദത്തുള്ളവനാണ്, തഖ്വയുള്ളവനാണ്, കറാഹത്ത് പോലും സൂക്ഷിക്കുന്നവനാണ്, സുന്നത്ത് ധാരാളം വർദ്ധിപ്പിക്കുന്നതാണ്. അള്ളാഹുവിന്റെ പ്രീതി അള്ളാഹുവിൽ നിന്ന് ലഭിക്കാൻ ഏറ്റവും ബന്ധപ്പെട്ടത് സുന്നത്ത് വർദ്ധിപ്പിക്കലാണ്. അള്ളാഹുവിന്റെ പൊരുത്തമാണ് ഏറ്റവും വലുത്. അത് കിട്ടാനുള്ള മാർഗം സുന്നത്തുകൾ വർദ്ധിപ്പിക്കലാണ്. ആ സുന്നത്ത് വർദ്ധിപ്പിക്കുന്നവനുമാണ് യഥാർത്ഥ വലിയ. അങ്ങനെയാണ്. പക്ഷേ ഔലിയാഇന്റെ കൂട്ടത്തിൽ ഒരു പാർട്ടി ഉണ്ട്, അവർക്ക് ഭ്രാന്ത് പിടിപെട്ടു പോയി, അതിനാൽ അവർ നിസ്കരിക്കുന്നില്ല. അതിന്റെ പേരിൽ ഈ അങ്ങാടിയിൽ തുണി അഴിച്ചിട്ട് വസ്ത്രം അഴിച്ചിട്ട് നടക്കുന്ന ഭ്രാന്തനെ, പള്ളി നോക്കി ചീത്ത പറയുന്ന, പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങി വരുന്ന ആളുകളെ ചീത്ത പറയുന്ന ഭ്രാന്തനെ നാം തിരിഞ്ഞു കളയുന്നത് പോലെ അവനെ നമ്മൾ ആരും കുറ്റപ്പെടുത്താറില്ലല്ലോ. അതുപോലെ തന്നെ ഈ ഭ്രാന്തരെയും നാം കുറ്റപ്പെടുത്തുന്നില്ല, ആക്ഷേപിക്കുന്നില്ല എന്ന് മാത്രം. പക്ഷേ ഒരു ചെറിയ വ്യത്യാസം. ഭ്രാന്ത് എന്നതിന് നമ്മൾ പല കാരണങ്ങളും പറഞ്ഞു. ഇയാളെ ഭ്രാന്ത് ഒരു സാധാരണ മോശപ്പെട്ട സംഗതിന്റെ ഭ്രാന്തല്ല. മറ്റുള്ളവരുടെ ഭ്രാന്തൊക്കെ തരം താഴ്ന്ന ദുന്യാവിന്റെ വിഷയങ്ങളാ. ബിസിനസ് തകരുക, തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുക, പരീക്ഷ തോൽക്കുക, ടാക്സ് അടക്കുക, ഗവൺമെന്റ് നമ്മളെ ഗൾഫിലെ വിസ നഷ്ടപ്പെടുക, ഇതൊക്കെ ദുന്യാവിന്റെ കാര്യങ്ങളാണ്. അതിനൊക്കെ സമനില തെറ്റിപ്പോയ ആളും ഭ്രാന്തനാണ്. മറ്റേ മനുഷ്യന്റെ ഭ്രാന്തോ അതും ഭ്രാന്താണ്. പക്ഷെ അതെന്താ? അത് ആഖിറത്തെ കുറിച്ച് ചിന്തിച്ചിട്ടാണ്. നല്ലൊരു കാര്യം, അയാളൊരു നല്ല കാര്യം ചിന്തിച്ചിട്ട് ആ ഭ്രാന്തുണ്ടായത്. പക്ഷെ ഇയാളെ കൂട്ടത്തിൽ അങ്ങനെ കൂട്ടിക്കൂടാ. ഒരു ചെറിയ കൊച്ചു കൊടില് വെച്ച് കെട്ടി. ഞാൻ മലപ്പുറം ജില്ലക്കാരനാണ്, എൻ്റെ പല ഭാഷയും നിങ്ങൾക്ക് യോജിക്കുമോ ഇല്ല എനിക്കറിയില്ല. ഞങ്ങളെ നാട്ടിൽ ഈ ചെറിയ തെങ്ങിൽ നിന്ന് വീഴുന്ന ഓല കൊണ്ട് അത് മുടഞ്ഞ് ചെറിയൊരു കൊച്ചു കുടിൽ വെച്ച് കെട്ടിയിട്ട് അതിൻ്റെ ചുറ്റും ഓല കൊണ്ട് മറച്ച് ഒരു ചെറിയ കുടിൽ നമ്മുടെ വീടിൻ്റെ സമീപത്തുണ്ടാക്കിയാൽ അതിൽ താമസിക്കുന്നത് ഈഴവർഗത്തിൽപ്പെട്ട ഒരു പെണ്ണാണ് അല്ലെങ്കിൽ ഒരു മനുഷ്യനാണെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ ആ വീടിന് എന്താ പറയുക? ഞങ്ങളുടെ നാട്ടിൽ അതിന് ചാള എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ ചാള ഒരു മീനാണ്, ഒരു മത്സ്യമാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ചാള എന്ന് പറയും. അതിൽ ഈഴവർഗത്തിൽപ്പെട്ട ചർമ്മച്ചാള എന്ന് പറയും. ചർമ്മക്കൾ, ഈഴന്മാർ, പാവട, ഇങ്ങനെ പല ജാതി ഉണ്ടല്ലോ. അതുകൊണ്ട് സാധാരണ നാട്ടിലുള്ള പേരാ പറയുന്നത്, ഒരു നാട്ടിലുള്ള പേരാ പറയുന്നത്. അതുകൊണ്ട് നിങ്ങളത് ഇവിടെ ഒരു കുറ്റപ്പെടുത്തൽ മോശമായും കണക്കാക്കരുത്. ഇതിൽ ചില സന്ദർഭം, ഞാനൊക്കെ ചെറിയ കുട്ടിയായിരുന്ന കാലത്ത്, എട്ടുമൊട്ടും തിരിയാത്ത കാലത്ത് ഉമ്മാരുടെ എന്നിട്ട് എന്താ ഉമ്മ ജിമായ എന്ന് പറഞ്ഞാൽ ചോദിക്കുന്നൊരു കാലം ഉണ്ടായിരുന്നല്ലോ. മദ്രസയിലെ പാഠപുസ്തകത്തിൽ ഇങ്ങനെ വായിക്കും, ജിമായ കൊണ്ട് നോമ്പ് പറയും, ജിമായ കൊണ്ട് കുളി നിർബന്ധമാണ്
എന്താണ് ആ വിഷയം എന്ന് നമുക്കറിയാം. അപ്പോൾ വാപ്പാനോട് ചോദിക്കുക, എന്താ വാപ്പാജി മഴ എന്ന് പറഞ്ഞാൽ? അങ്ങനത്തെ ഒരു കുട്ടിയായിരുന്ന കാലത്ത് ഈ ഇതുപോലത്തെ ഈ ചെറിയ ചെർമച്ചാളിൻ്റെ ഉള്ളിൽ ഒരു പെണ്ണ് താമസിക്കും. അപ്പം ഞാനൊരിക്കൽ എൻ്റെ ഉമ്മാനോട് ചോദിച്ചു, എന്താ ഉമ്മ ആ പെണ്ണ് മാസത്തിൽ എല്ലാ ദിവസവും താമസിക്കൂല, ചില പ്രത്യേക ദിവസങ്ങളിൽ ആ പെണ്ണ് അതിൻ്റെ ഉള്ളിൽ താമസിക്കും. നമ്മളെ തൊട്ടടുത്ത വീടാണ്, അതിൻ്റെ ഉള്ളിൽ താമസിക്കും. അവർക്ക് പ്രത്യേക പാത്രങ്ങൾ, പ്രത്യേക സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഉമ്മ പറയാം, നീ എന്തിനാ അതിങ്ങനെ ചിന്തിക്കാൻ നടക്കുന്നത്, അതൊന്നും നീ നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് തള്ളിവിടും. കുറേ കാലം കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഈ വീടിൻ്റെ പേരെന്താണെന്നറിയോ? തീണ്ടാരിപ്പൊരാന്നാ. ഈ പെണ്ണിന് മെൻസസ് ഉണ്ടായാൽ തൽക്കാലം മാറി താമസിക്കുന്ന ആ തിണ്ടാരിപ്പൊരയാണത്. ഈ പെണ്ണ് അതിൽ നിന്ന് പോയപ്പോൾ 2 പേരതിനായി. അതിൽ താമസിക്കുന്നത്, സ്ഥിരം താമസിക്കുന്നത് ഈഴവനാണെങ്കിൽ ചർമ്മച്ചാള എന്ന് പറയും, ചർമ്മക്കള ചാളയിൽ എന്ന് പറയും. വീടാണ്, സത്യത്തിൽ വീടാണ്, അവരുടെ വീടാണ്, വളരെ പാവങ്ങൾ സാധുക്കളുടെ വീടാണ്. ആ വീട്ടിൽ നിന്ന് അതിൽ സ്ഥിരതാമസമില്ലാതെ ഈ പെണ്ണ് മെൻസസ് ഉണ്ടാകുന്ന കാലത്ത് മാത്രം തൻ്റെ വീട്ടിൽ നിന്ന് മാറിയിട്ട് അതിൽ താമസിക്കുകയും മെൻസസ് ശുദ്ധിയായി കുളിച്ചാൽ തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പാർക്കുകയും ചെയ്യാൻ മാത്രമുള്ള ഒരു കൊച്ചുകുടിലാണെങ്കിൽ തീണ്ടാരിപ്പുര എന്നതിന് പേര് പറയും. വീടാ തന്നെയല്ലേ, നേരത്തെ പറഞ്ഞ വീടിന് മാറ്റൊന്നും വരുത്തിയിട്ടില്ലേ? ആ വീട്ടിൽ പിന്നെ താമസിച്ചത് ഒരു മുതലാളിയാണെങ്കിൽ, പണക്കാരനാണെങ്കിൽ അത് ഹാജിയാരുടെ വീട് അല്ലെങ്കിൽ മറ്റേ സാമിൻ്റെ വീട്, ഇങ്ങനെ വീട് എന്നുള്ള അർത്ഥത്തിൽ വരും. ആ വീട്ടിൽ നിന്ന് ആ മുതലാളി ഇറങ്ങിയിട്ട് അതിൽ താമസിച്ചത് ഒരു സായിപ്പാണെങ്കിൽ സായിപ്പിൻ്റെ ബംഗ്ലാവ് എന്ന് പറയും. സാധനം തന്നെയാണ്, ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ഇതെടുത്തു കൊണ്ടുപോയിട്ട് ഒരു പുഴവക്കത്ത് കൊണ്ടുപോയി വെച്ചാൽ റിസോർട്ട് എന്ന് പറയും. ഒരു ചെറിയ ടൂറിസ്റ്റ് കേന്ദ്രത്തിലാണ് ഈ കൊച്ചു കുടില് കൊണ്ടുപോയി സ്ഥാപിച്ചതെങ്കിൽ പിന്നെ അതിൻ്റെ പേര് റിസോർട്ട് എന്നാണ്. അപ്പൊ കണ്ടോ നിങ്ങൾ, സാധനം തന്നെ, ഒരു മാറ്റവും അതിനില്ല. എന്താണ് അതിന് പേര് വ്യത്യാസം വരാൻ കാരണം? ആ കുടിലിൻ്റെ ഉള്ളിൽ താമസിക്കുന്ന വ്യക്തിയുടെ സ്ഥാനവും പവറും അനുസരിച്ച് ആ വീടിൻ്റെ പേര് മാറി. ഒരു വസ്തു അത് നിൽക്കുന്ന അസ്ലിൽ നിന്ന് അതിനെ പിരിക്കുന്നു. മുഫാറഖത്തുർ റൂഹി മിനൽ ജസദി, അൽ മൗതു മരണമെന്ന് പറഞ്ഞാൽ മുഫാറഖത്തുർ റൂഹി മിനൽ ജസദി, ശരീരത്തിൽ നിന്ന് റൂഹ് പിരിയലാണ്, ശരീരത്തിൽ നിന്ന് ആത്മാവ് പിരിയലാണ് മരണം. മരണം എന്ന് പറഞ്ഞാൽ അതല്ലേ സഹോദര, ഒരു വസ്തു നിൽക്കുന്ന അസ്ലിൽ നിന്ന് അതിനെ പിരിക്കുന്നതിനാണല്ലോ മരണം എന്ന് പറയുന്നത്. ഒരു സാധാരണ മനുഷ്യൻ മരിച്ചാൽ എന്ത് പറയുന്നു? അബൂബക്കർ ഹാജി മരിച്ചു. അതൊരു ഹൈന്ദവ സഹോദരനോ മറ്റുള്ള മതക്കാരും പഴയ കാലത്തെന്ത് പറഞ്ഞിരുന്നു? തീർന്നു, അമ്മ തീർന്നു, അച്ഛൻ തീർന്നു, അമ്മ ചത്തു എന്ന് പറഞ്ഞിരുന്നു. നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ മരിച്ചാൽ എന്താ പറയും? അബൂബക്കർ ഹാജി മരിച്ചു, അബ്ദുറഹ്മാൻ ഹാജി മരിച്ചു, തങ്ങൾ മരിച്ചു, അങ്ങനെ പറയും. അതൊരു കുറച്ച് കാര്യമായൊരു പണ്ഡിതനാണെങ്കിൽ, താജുൽ ഉലമയാണെങ്കിൽ, അള്ളാഹു അവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കുമാറാകട്ടെ. മഹാന്മാരായ സ്വാലിഹീങ്ങളാണെങ്കിൽ, ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു, റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവരാണെങ്കിൽ എന്ത് പറയും? വഫാത്തായി എന്ന് പറയും. സംഗതി മരിക്കലാണ്, റൂഹ് ശരീരത്തിൽ നിന്ന് വിരിയലാണ്. ചത്തു, തീർന്നു, മരിച്ചു, വഫാത്തായി. ഇതൊരു മാർപ്പാപ്പയാണെങ്കിലോ കാലം ചെയ്തു എന്നാ പറയാ. മൃഗങ്ങളുടെ കൂട്ടത്തിലാണെങ്കിലോ പട്ടി ചത്തു എന്ന് പറയും. ആനയാണ് ചത്തതെങ്കിലോ ചത്തു എന്നല്ല പറയാ, ആന ചത്തു എന്നല്ല പറയാ, ആന ചെരിഞ്ഞു എന്നാ പറയാ. വിഷയം മരിക്കലാണ്. ഓരോ വസ്തുവിനോട് അതിനോട് ബന്ധപ്പെട്ട വിധത്തിൽ അതിൻ്റെ പേരുകൾ ഇന്ന് ഉപയോഗിക്കൽ നമുക്ക് സർവ്വസാധാരണയാണ്. സ്വാലിഹീങ്ങളും മഹാന്മാരുമായ ഔലിയാക്കന്മാരും ആരിഫീങ്ങളും ഖുതുബീങ്ങളും വഫാത്തായതിന്, മരിച്ചതിന് വഫാത്തായി എന്നാണ് പറയുക. അള്ളാഹുവിൻ്റെ റസൂല് മരിച്ചു എന്ന് നമ്മൾ പറയാറില്ല, വഫാത്തായി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായി, മുഹിയുദ്ദീൻ ശൈഖ് തങ്ങൾ വഫാത്തായി, റിഫായി ശൈഖ് തങ്ങൾ വഫാത്തായി, ബഹുമാനപ്പെട്ട മൂസൽ ബർദരി വഫാത്തായി, നവ്വറല്ലാഹു മർഖദഹും, അവരുടെ കൂടെ അള്ളാഹു സ്വർഗ്ഗത്തിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ഇങ്ങനെയുള്ള മഹാന്മാരെ കുറിച്ച് വഫാത്തായി എന്ന് പറയുമ്പോൾ വേറെ ചില ആളുകളെ സംബന്ധിച്ച് നിര്യാതനായി എന്ന് പറയുന്നു, ചത്തു എന്ന് പറയുന്നു, തീർന്നു എന്ന് പറയുന്നു, കാലം ചെയ്തു എന്ന് പറയുന്നു. എല്ലാം സംഗതി ഒന്നാണ്.